6-ാം വാക്യം. ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്നപേക്ഷിച്ചു. അടുത്ത വാക്യം പറയുന്നത്, അവനോട് യേശു അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. ഞാൻ നിന്റെ വീട്ടിൽ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് യേശു പറഞ്ഞു. നമുക്ക് അസ്വാഭാവികമായി ഇതിനകത്തൊന്നും തോന്നില്ല. പക്ഷേ ഇത് പ്രാക്ടിക്കലായ കാര്യമല്ല. ഈ കാര്യം നടക്കാൻ പാടില്ല. കാരണം യേശു ഒരു യഹൂദനാണ്, ഇവനൊരു ജാതീയനാണ്. അന്നത്തെ വ്യവസ്ഥ അനുസരിച്ച് ഒരു ജാതീയന്റെ വീട്ടിൽ യഹൂദൻ പോകാൻ പാടില്ല. അത് പ്രമാണമാണ്. പക്ഷെ ബൈബിൾ പറയുന്നു, ആ പ്രമാണം അവന്റെ മുമ്പിലിരിക്കെ, നിങ്ങൾ ബൈബിൾ വായിച്ചാൽ ശബത്ത് കർത്താവ് പ്രമാണിച്ചിരുന്നു, യഹൂദന്മാരുടെ ലോ കർത്താവ് പ്രമാണിച്ചിരുന്നു എന്ന് ബൈബിൾ വായിക്കുന്നു. എന്നാൽ ഇതെല്ലാം പ്രമാണിച്ചു വന്നിരുന്ന യേശു ഈ പ്രമാണങ്ങളെല്ലാം ഇതാ മാറ്റിവെച്ചിട്ട് അവനോട് പറയുകയാണ്, ഞാൻ നിന്റെ വീട്ടിൽ വന്ന് നിന്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കും. എന്റെ ചോദ്യം, കർത്താവ് എന്തുകൊണ്ടാണ് ജാതീയന്റെ വീട്ടിൽ പോകരുത് എന്ന് മോശയുടെ ന്യായപ്രമാണം ഇരിക്കുമ്പോൾ നിനക്ക് എങ്ങനെ അവന്റെ വീട്ടിൽ പോകാൻ പറ്റും? യേശു അതിന് ഒറ്റ മറുപടിയെ നിങ്ങളോട് പറയത്തുള്ളൂ. ഹല്ലേലൂയ. യേശു പറയും, ആ ശതാധിപൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തു, അപ്പൊ ഞാനും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്യണം. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാനത് വിശദീകരിക്കാം. നിങ്ങൾ അവൻ വായിച്ചില്ലേ? ബൈബിൾ വന്ന് പറയുന്നത്, അവൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുന്നു, എൻ്റെ ബാല്യക്കാരൻ ദീനമായി കിടക്കുന്നു. അവൻ്റെ സഹോദരൻ ദീനമായി കിടക്കുന്നു എന്നല്ല ഈ മനുഷ്യൻ പറഞ്ഞത്. അവൻ്റെ അപ്പനോ അമ്മയോ സ്നേഹിതനോ വേണ്ടപ്പെട്ടവരോ ദീനമായി കിടക്കുന്നു എന്നല്ല അവൻ പറഞ്ഞത്. എൻ്റെ ബാല്യക്കാരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വേലക്കാരൻ, എൻ്റെ ദാസൻ ദീനമായി കിടക്കുന്നു. അന്നത്തെ കാലത്ത് ദാസന്മാർ അല്ലെങ്കിൽ വേലക്കാർ എന്ന് പറഞ്ഞാൽ അവൻ സാധാരണ ഒരു മൃഗത്തിന്റെ വില പോലും അവർ കൊടുക്കില്ല. നിങ്ങൾ ചരിത്ര പുസ്തകങ്ങൾ വായിച്ചു നോക്ക്. അന്നത്തെ കാലത്ത് അവൻ യജമാനാണെങ്കിൽ തന്റെ ദാസനൊരു രോഗം വന്നാൽ, മരിക്കത്തക്ക രോഗം വന്നാൽ, അവനെ പുറത്താക്കി കൊന്നുകളയാനുള്ള അവകാശം, അധികാരം ഒരു യജമാനനുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്, ഈ ശതാധിപന് അവന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഈ എളിയവന് വേണ്ടി യേശുവിന്റെ അടുക്കൽ വരേണ്ട ആവശ്യമില്ല. അവൻ പ്രമാണമനുസരിച്ച്, നിയമമനുസരിച്ച് ആ ബാല്യക്കാരനെ പുറത്താക്കി അവനെ കല്ലെറിഞ്ഞു കൊല്ലാനോ അല്ലെങ്കിൽ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാനോ അവന് അവകാശമുണ്ടെന്നിരിക്കെ, ആ അവകാശത്തെ വേണ്ടെന്ന് വെച്ചിട്ട്, അവന്റെ വിലയെ മാറ്റി വെച്ചിട്ട്, അവന്റെ സ്റ്റാൻഡേർഡിനെ മാറ്റി വെച്ചിട്ട് അവന്റെ ദാസന് വേണ്ടി അവൻ യേശുവിന്റെ അടുക്കൽ വന്ന് യാചിക്കുകയാണ്. ഈ കാര്യം ചെയ്യേണ്ട യാതൊരു കാര്യവും ആ ശതാധിപനില്ല. അവന് യേശുവിന്റെ അടുക്കൽ വരണ്ട, ഈ കാര്യം പറയണ്ട, അവന് മെഡിസിൻ വാങ്ങണ്ട, അവന് വേണ്ടി പ്രാർത്ഥിക്കണ്ട. ഇതെല്ലാം ഇരിക്കെ അവൻ യാതൊരു ലജ്ജയും ഇല്ലാതെ അവന്റെ നിയമങ്ങളെ മറന്ന്, അവന്റെ പ്രമാണങ്ങളെ മറന്ന്, റോമൻ പൗരൻ മറ്റൊരു ദൈവത്തിന്റെ അടുക്കൽ പോകരുത് എന്ന് നിയമമിരിക്കുമ്പോൾ ആ നിയമത്തെ പോലും ലംഘിച്ചിട്ട് അവന്റെ ദാസന് വേണ്ടി, അവന്റെ അടിമയ്ക്ക് വേണ്ടി ആ മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വരികയാണ്. അത് യേശുവിന്റെ മനസ്സിനെ തൊട്ടു. അത് യേശുവിൻ്റെ മനസ്സിനെ തൊട്ടു. അത് യേശുവിൻ്റെ മനസ്സിനെ തൊട്ടു. യേശു പറയുന്ന, മോനെ, നീ ചെയ്യേണ്ടാത്തൊരു കാര്യം നീ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ചെയ്യേണ്ടാത്ത കാര്യം നിനക്ക് വേണ്ടി ഞാനും ചെയ്യാം. നിന്റെ വീട്ടിൽ ഞാൻ വരാം. ഓ ഹല്ലേലൂയ. യേശുവിനെ സംബന്ധിച്ച് ഇവനോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. യേശുവിനെ സംബന്ധിച്ച് ഈ ജാതിയന്റെ വീട്ടിൽ പോകേണ്ട കാര്യമില്ല. യേശുവിനെ സംബന്ധിച്ച് ഇവനെ ബഹുമാനിക്കേണ്ട കാര്യമില്ല. അവൻ ചെയ്യേണ്ടാത്ത കാര്യം അവിടെ ഇരിക്കുമ്പോൾ തന്നെ ആ മനുഷ്യൻ ചെയ്യേണ്ടാത്ത ഒരു കാര്യം ചെയ്തപ്പോൾ യേശു അവൻ ചെയ്യേണ്ടാത്ത ഒരു കാര്യം അവന് വേണ്ടി തിരികെ ചെയ്യുകയാണ്. ബൈബിളിനകത്ത് പല ആവർത്തി പറഞ്ഞിട്ടുള്ള ഒരു സത്യമുണ്ട്, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. ഇന്ന് രാത്രി നിന്റെ മുൻപിൽ ഒരു എളിയവൻ വന്നാൽ അവനിൽ ക്രിസ്തുവിനെ കണ്ടിട്ട് അവനെ സ്നേഹിക്കാൻ, അവനെ ചേർത്ത് പിടിക്കാൻ നിന്നാൽ കഴിയുന്നത് അവന് ചെയ്യുവാൻ നിനക്ക് ചെയ്യാൻ പറ്റിയാൽ ഇന്ന് രാത്രി ചില പ്രമാണങ്ങളെ തെറ്റിച്ച് ദൈവം നിനക്ക് വേണ്ടി സ്വർഗം തുറക്കാൻ പോകുകയോ. എന്റെ കൂടെ ഉണ്ടോ? ചിലപ്പോൾ നിനക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ലാതിരിക്കുക, അവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യം നിനക്കില്ലാതിരിക്കുക. എന്നാൽ ബൈബിളിന്റെ റൂൾ നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ മത്തായി സുവിശേഷം ഒന്ന് വായിച്ചാൽ വിശുദ്ധ ബൈബിൾ ഇങ്ങനെ സംസാരിക്കുന്നു. ബൈബിൾ നിങ്ങൾ ഈ അതിന്റെ 6-ാം അധ്യായത്തിന്റെ 13-14, മത്തായി സുവിശേഷം 6-ാം അധ്യായം 13-14 വാക്യങ്ങൾ ബൈബിൾ പറയുന്നു,
14 വാക്യം, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. 7-12 വാക്യം, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. ഇതാണ് ബൈബിളിന്റെ നിയമം. ഹല്ലേലൂയ. നിങ്ങൾ മനുഷ്യരുടെ അവൻ പിഴകളെ ക്ഷമിച്ചാൽ ദൈവം നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കും. ഹല്ലേലൂയ. അർത്ഥാൽ നിങ്ങൾ ആ പിഴകൾ ക്ഷമിക്കേണ്ടതിന് ഒരു യാഗത്തിന്റെ ആവശ്യം പോലും വേണ്ടി വരുന്നില്ല. അവിടെ വലിയൊരു കരച്ചിലിന്റെ ആവശ്യം വേണ്ടി വരുന്നില്ല. നിന്നോട് അവൻ തെറ്റ് ചെയ്തവരോട് നീ ക്ഷമിച്ചാൽ നിന്റെ കുറവുകളും ക്ഷമിക്കപ്പെടും. നിന്റെ മുന്നിൽ വരുന്ന ഒരു രോഗിക്ക് വേണ്ടി നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ നിന്റെ രോഗസൗഖ്യവും നടക്കുമെന്ന് യോബിന്റെ പുസ്തകം 42 അധ്യായം വായിച്ചിട്ടില്ലേ? യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ അവസ്ഥയ്ക്ക് മാറ്റം കൊടുത്തു. നീതി നിന്റെ പക്ഷത്തായിരിക്കാം, ന്യായം നിന്റെ പക്ഷത്തായിരിക്കാം. എന്നാൽ ബൈബിളിന്റെ നിയമം ഇതാണ്, നിങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യൻ ചെയ്യുന്നത് എന്ത്, അവൻ ചെയ്യുവാൻ വേണ്ടി നീ എന്താണോ ഇച്ഛിക്കുന്നത് നിങ്ങൾ അത് മറ്റൊരുവന് വേണ്ടി ചെയ്യുക. നീ അത് ചെയ്താൽ നിനക്ക് വേണ്ടി സ്വർഗം അത് ചെയ്യും. നീ എന്താണ് നിന്റെ ലൈഫിൽ നടക്കാൻ ആഗ്രഹിക്കുന്നത്, നീ അത് മറ്റൊരു മനുഷ്യന് വേണ്ടി ചെയ്താൽ നിനക്ക് വേണ്ടി ദൈവം അത് ചെയ്യും. ഇതൊരു തീരുമാനത്തിന്റെ ദിവസമാകട്ടെ. നിന്റെ മുൻപിൽ വരുന്ന ഒരു മനുഷ്യനെ സ്നേഹിപ്പാൻ, അവനെ ചേർത്ത് പിടിക്കാൻ, അവന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് ചെയ്യാൻ നീ മനസ്സ് കാണിച്ചാൽ സ്വർഗം നിനക്ക് വേണ്ടി പ്രതിഫലം നൽകും. കാരണം ബൈബിൾ പറയുന്നു, ഈ ചെറിയവരിൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും എനിക്ക് വേണ്ടി ചെയ്യുന്നു എന്നാണ്. ദൈവം എളിയവനിൽ അവനെ കാണുന്നു. നീ ഒരു എളിയവനെ ആദരിക്കുമ്പോൾ, നീ ഒരു എളിയവനെ സഹായിക്കുമ്പോൾ, നീ ഒരു എളിയവന് വേണ്ടി നിൽക്കുമ്പോൾ, നീ നിൽക്കുന്നത് ആ മനുഷ്യന് വേണ്ടിയല്ല, അവൻ്റെ അകത്ത് വസിക്കുന്ന ദൈവത്തിന് വേണ്ടിയാണ്. കാരണം കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളൊരു മനുഷ്യനെ ആദരിക്കുമ്പോൾ, ഒരു മനുഷ്യനെ നിങ്ങൾ ബഹുമാനിക്കുമ്പോൾ, നിങ്ങൾ ആദരിക്കുന്നത് ആ മനുഷ്യനെയല്ല, നിങ്ങൾ ആദരിക്കുന്നത് അവൻ്റെ അകത്തിരിക്കുന്ന ദൈവത്തെയോ. എത്ര പേർക്ക് ഈ സത്യം മനസ്സിലായി? എത്ര പേർക്ക് ഈ സത്യം മനസ്സിലായി? അവൻ്റെ നിയമങ്ങളെ ലംഘിച്ച് അവൻ്റെ വീട്ടിൽ കിടക്കുന്ന ഒരു ദരിദ്രനായ പാവപ്പെട്ടവനായ അവൻ മരണത്തിന് യോഗ്യമായ അവൻ്റെ ദാസന് വേണ്ടി ഇവൻ ഇറങ്ങി അപേക്ഷിക്കുമ്പോൾ യേശു പറയുന്നു, നിനക്കത് ചെയ്യാമെങ്കിൽ ഞാൻ എത്രയധികം.